ഞാനൊരു ഐഡിയ പറയട്ടെ. തഹസിൽദാരുമായിട്ട് മോഹന്റെ വലിയ അടുപ്പത്തിലല്ലേ? പുള്ളിക്കാരൻ അറിയാതെ ആയിരിക്കുമല്ലോ ഡെപ്യൂട്ടി തഹസിൽദാർ ദിവാറിന്റെ കൂടെ കൂടിയത്. അപ്പോ തഹസിൽദാരെ വിളിച്ച കാര്യം പറ. എന്റെ ഭാമേ, റവന്യൂ വകുപ്പിലെ തലപ്പത്തുള്ളവരായിട്ട് വരെ ദിവാകരന് ബന്ധമുണ്ട്. പിന്നെ തഹസിൽദാർ എന്ത് ചെയ്യാനാ? ശബ്ദമല്ലേ കുട്ടികൾ വന്നിട്ടുണ്ടാവൂ. ശബ്ദം കിട്ടുന്ന പ്രശ്നമുണ്ട് മോഹനട്ടാ. എന്താ ഒരു സംഭവം ഉണ്ടായി. ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറും ദിവാരനും കൂടി ഇങ്ങോട്ടൊന്നും വരുന്നില്ലെന്ന്. അവർ രണ്ടുപേരും കൂടെ ദിവാരന്റെ കാറില് വില്ല ഓഫീസിലൊന്നും പോയില്ലെന്ന്. അവര് രണ്ടുപേരും കൂടെ ദിവാരന്റെ കാറില് വില്ല ഓഫീസിലോട്ട് വരുന്ന വഴി നില്ലെന്ന് ഒരു കറുത്ത പൂച്ച കാറിന് മുന്നിൽ വട്ടം ചാടി. ഈ ദിവാരനായിരുന്നു കാർ ഓടിച്ചിരുന്നത്. പെട്ടെന്ന് പൂച്ചയെ കുറുകെ കണ്ടപ്പോ ദിവാകരൻ ബ്രേക്ക് ഇട്ട് വലത്തോട്ടൊരു വെട്ടിപ്പ്. പുറകെ വന്ന പാണ്ട് ലോറിയുടെ കൃത്യം മുമ്പില്. എന്നിട്ടെന്തോന്ന് പൂച്ച അവിടെ വെച്ചേരും ചത്ത്. ദിവാര സാറിന്റെ ഒരു കൈ രണ്ട് കാല് ഒടിഞ്ഞു. ശരീരമാസകല പഞ്ചറായി, മുറിവുണ്ട്. ദിവാകരന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. ആളെ കണ്ടാ പോലും തിരിച്ചറിഞ്ഞൂടാ. പപ്പടം പൊടിയും പോലെ പൊടിഞ്ഞുപോയി. രണ്ടുപേരും ഇപ്പൊ ആശുപത്രിയില്ല. സാറേ, പ്രശ്നം എന്തൊന്നുമല്ല. ദിവാകരന്റെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ഡെപ്യൂട്ടി തഹസീൽദാർ രാജേന്ദ്ര സാറാണെന്നുള്ള നേരത്തെ പരാതി ഉണ്ടായിരുന്നല്ലോ. അന്ന് രാജേന്ദ്ര സാർ പറഞ്ഞത് എനിക്ക് ദിവാറിനെ അറിയ പോലും ഇല്ല എന്നല്ലേ. ഇന്ന് ദിവാറിനെ ആ കാറ് വെട്ടിപ്പൊളിച്ച് അതിനകത്തു നിന്നാണ് ഡെപ്യൂട്ടി തഹസീൽദാർ രാജേന്ദ്ര സാറിനെ പുറത്തെടുത്തത്. ഇനി എവനെ അറിഞ്ഞൂടെന്ന് അയാൾ എങ്ങനെ പറയും? ഞാൻ എപ്പോഴാ പറഞ്ഞില്ലേ പൂച്ച പ്രശ്നമാണെന്ന്? എന്നാലും ഇത് വല്ലാത്തൊരു ചാട്ടായി പോയി സാറേ. ഞാൻ ആശുപത്രിയിൽ ഒന്ന് പോട്ടെ. എന്താണ് സംഭവം എന്ന് അറിയാലോ. ഞാൻ വിളിക്കാം സാറിനെ കേട്ടോ. മോഹനന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കാണൂ. പക്ഷേ രാജേന്ദ്ര സാറിനെ വണ്ടി ഇടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഹലോ, ശിശുപാല. ഉവ്വ്, സംഭവം അറിഞ്ഞു. എപ്പോ? എന്നിട്ട് അങ്ങനൊരു സംഭവം ഉണ്ടായോ? ശരി, ഞാന് ഒരു അരമണിക്കൂറിൽ അവിടെ എത്താം. എന്റെ വെള്ളമൊക്കെ മാറി. അതുപോയി എനിക്ക് തോന്നുന്നു വരും, തോന്നുന്നു പോവും. അത് ശിശുപാലന്റെ കാര്യം എന്താ? നീ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എസ് ഐ ഗീവർഗീസ് വില്യാപ്പിച്ച് ചെന്നിരുന്നു. അപ്പോ ദിവാകരനും ഗുണ്ടകളൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു പിടിയിട്ട പുള്ളി. പോലീസ് അവനെ പൊക്കിക്കൊണ്ട് പോയി. ബാക്കിയുള്ള ജീവന് കൊണ്ട് ഓടി. അങ്ങനെ ഓടുന്ന ഗുണ്ടകളാണോ അവര്? പിന്നെ അല്ലാതെ. ദിവാകരൻ ആശുപത്രിയിലായ സ്ഥിതിക്ക് ഓടുന്നതാണല്ലോ ബുദ്ധി. ഞാൻ ആലോചിക്കുന്നത് അതല്ല മോഹനേട്ടൻ. മോഹനേട്ടൻ കുമാരനെ കണി കണ്ടതുകൊണ്ട് രാജേന്ദ്രൻ സാറ് വില്ലേജ് ഓഫീസിൽ വരാൻ തീരുമാനിച്ചു. ഉത്തമന്റെ സ്കൂട്ടറിന് കുറുകെ പൂച്ച ചാടിയത് കൊണ്ട് മോഹനേട്ടനെ തല്ലാൻ ഗുണ്ടകൾ വന്നു. ഞാൻ ചൂളവടിക്കുകയും കാലാട്ടുകയും ചെയ്തതുകൊണ്ട് മൊത്തം പ്രശ്നമായി. ദിവാകരന്റെ കാറിന് കുറുകെ പൂച്ച ചാടിയത് കൊണ്ട് ദിവാകരനും രാജേന്ദ്രൻ സാറും ആശുപത്രിയിലായി. അപ്പോ ദിവാകരന്റെ കാറടിച്ച് ചെത്ത പൂച്ച രാവിലെ ആരെയായിരിക്കും കണി കണ്ടത്? അയ്യടാ, ചിരി കണ്ടില്ലേ? പൂച്ച കുറുകെ ചാടിയത് കൊണ്ടാണോ മോഹനകൃഷ്ണന്റെ പ്രാർത്ഥന ദൈവം കേട്ടത് കൊണ്ടാണോ ദിവാകരന്റെ വണ്ടി ഇടിച്ചതെന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് എന്ന കാരണത്താൽ യാതൊരു യുക്തിയുമില്ലാത്ത കാര്യങ്ങൾ ശരിയാണെന്ന് ശഠിക്കുന്നതിനെയാണോ വിശ്വാസം എന്ന് പറയുന്നതെന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.